90 വർഷത്തെ ചരിത്രം പറയാനുള്ള മൈനാഗപ്പള്ളി ശ്രീ ചിത്രവിലാസം അപ്പർ പ്രൈമറി സ്കൂൾ. കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലെ ഒരു സാധാരണ സ്കൂൾ. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. കാർഷിക വൃത്തിയും അനുബന്ധ പ്രവർത്തനങ്ങളും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കുടുംബ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാർ. എന്നിരിക്കലും കൃഷിയുടെ കയ്യും കണക്കും മനസ്സും അറിഞ്ഞ മുൻഗാമികളിൽ നിന്ന് ഏറെ ദൂരം സാംസ്കാരികമായി അകന്നവർ. ഇവരെ പഴയ കൃഷിപ്പണിയുടെ നാട്ടുവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നത്തിന് ഇവിടെ ആരംഭമാകുന്നു. മണ്ണിനെയും വിത്തിനെയും അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ വേരുകൾ കണ്ടെത്തുന്നതിനുള്ള പ്രയാണം ഇവിടെ തുടങ്ങുന്നു. മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. നമ്മുടെ സ്കൂളിലും ഒരു കൃഷിത്തോട്ടമുണ്ടല്ലോ. കൃഷിയുമായി അനുബന്ധിച്ച ഒരു അസംബ്ലിയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്രീ എന്ന ധാതുവിൽ നിന്നാണ് കൃഷി എന്ന വാക്കിന്റെ ഉത്ഭവം. ക്രീ എന്നാൽ കർമ്മം, കൃഷി എന്നാൽ കർമ്മം ചെയ്യുക. കർഷകൻ എന്നാലോ കർമ്മം ചെയ്യുന്നവർ. ഗാന്ധിജിയുടെ വാക്കുകൾ സ്മരിക്കാം. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ചാച്ചാജി പറഞ്ഞു, കൃഷി ഒഴികെ മറ്റൊന്നും നാളേക്ക് മാറ്റിവെക്കാം. അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം പുതുതലമുറയിൽ എത്തിക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയിലൂടെ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ 217 കുട്ടികൾ പഠിക്കുന്ന ശ്രീ ചിത്രവിലാസം UP സ്കൂളിൽ മൈനാഗപ്പള്ളി കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിപ്ലവകരമായ വിജയം സൃഷ്ടിച്ച ഒരു പച്ചക്കറിത്തോട്ടം ഇതിനോടകം ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു. സ്കൂളുകളിൽ കൃഷിത്തോട്ടം നടപ്പാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പും പഞ്ചായത്തുമെല്ലാം സംയുക്തമായി ഈ സ്കൂളിൽ നല്ലൊരു കൃഷിത്തോട്ടം നിർമ്മിക്കണം എന്നൊരു താല്പര്യം അറിയിക്കുകയും ചെയ്തപ്പോൾ ബഹുമാന്യ HM മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുകയും മാനേജ്മെൻറ്റ് സന്തോഷത്തോടുകൂടി അവർക്ക് അതിന് അനുവാദം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇനത്തിലുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ള പച്ചക്കറി വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ പച്ചക്കറി കൃഷി ഈ പ്രദേശമാകെ ചുറ്റുപാടുമുള്ള എല്ലാ സ്കൂളുകളും ശ്രദ്ധിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒട്ടും തന്നെ വളരുമെന്ന് പ്രതീക്ഷിക്കാത്ത കോളിഫ്ലവർ, ക്യാബേജ്, തണ്ണിമത്തൻ തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ സമൃദ്ധമായി ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. 10/7/2013 ഇത് ആരംഭിച്ചത്. അന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് കോശി വൈദ്യനാണ്. പിന്നെ ഞങ്ങൾ നല്ല 2 മാസക്കാലമായി നല്ല വിളവെടുപ്പ് നടത്തുന്നു. അതുപോലെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ നല്ല വിധത്തിൽ കൊടുക്കുന്നു. നല്ല ഈ രാസവളമൊന്നും ഇല്ലാത്ത നല്ല പച്ചക്കറികൾ കുട്ടികൾക്ക് കറി വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മണ്ണാണ് ചെടികളെ ഉറപ്പിച്ചു നിർത്തുകയും അവയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും വെള്ളവും നൽകുന്നതും. മണ്ണിന്റെ 50% ഖരവസ്തുക്കളും 50% അറകളുമാണ്. മണ്ണിന്റെ അറകളിലാണ് വെള്ളം സംഭരിച്ചു വെക്കുന്നത്. അറകൾ കാലിയാകുമ്പോൾ വേരുകളുടെ ശ്വാസോച്ഛ്വാസത്തിന് ആവശ്യമായ ഓക്സിജൻ നിറയുന്നു. മണ്ണിൽ ജൈവാംശത്തിന്റെ അളവ് മുകളിൽ നിന്ന് താഴോട്ട് കുറഞ്ഞു വന്ന് ഒട്ടുമില്ലാത്ത അവസ്ഥയാകും. മണ്ണിന്റെ ബലപുഷ്ടി, ഉൽപാദനക്ഷമത എന്നിവയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം ജൈവാംശമാണ്. 1921 സ്ഥാപിതമായ ഈ സ്കൂൾ മുത്തശ്ശിയുടെ ഒരേക്കർ വരുന്ന സ്ഥലം വർഷങ്ങളായി കാട് കയറി തരിശായി കിടക്കുകയായിരുന്നു. മൈനാഗപ്പള്ളി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ ഈ സ്ഥലം പച്ചക്കറി കൃഷിക്ക് യോഗ്യമാണെന്ന് കണ്ടെത്തുകയും സ്കൂൾ മാനേജ്മെൻറ്റുമായും അധ്യാപകരുമായും സംസാരിച്ച് പൊതുസ്ഥാപനങ്ങളിലെ പച്ചക്കറി കൃഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ എന്ന ഘടകത്തിലാണ് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ബ്ലോക്കിൽ പരിധിയിൽ വരുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ ശ്രീ ചിത്രവിലാസ സ്കൂളിൽ ഈ പദ്ധതി ഇന്നിവിടെ നടപ്പിലാക്കി കണ്ടത്. ആ പദ്ധതിയുടെ കൃഷികളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല 50 സെൻറ്റോളം കൂൾ വെജിറ്റബിൾ ആയ കാബേജ്, ക്യാരറ്റ്,
കോളിഫ്ലവർ മുതലായവ കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം 75 സെൻറ്റിൽ പുറത്ത് മറ്റ് പച്ചക്കറികളെല്ലാം ഏകദേശം 22 ഇനം പച്ചക്കറികളാണ് ഇവിടെ ഇന്ന് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്കൂളിലെ ഈ അധ്യാപകരും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും നല്ല ഒരു സമ്പൂർണ്ണ പിന്തുണയുണ്ടായതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ കൃഷി ചെയ്യാൻ ഇവിടെ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം രൂപ പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷനിൽ ഈ സ്കൂളിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. 5 ടണ്ണിൽ കൂടുതൽ ഇതിനകം തന്നെ ഉൽപ്പാദനം വിവിധ ഇനങ്ങളിലായിട്ട് ഇവർ എടുത്തു കഴിഞ്ഞു. ഇപ്പോഴും ഇതിൻ്റെ ഉൽപ്പാദനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെന്നിന്ത്യൻ വേദമായ തിരുക്കുറൾ മൊഴിയുന്നു, കർഷകർ കൈകെട്ടി നോക്കി നിന്നാൽ മാമുനിമാർക്ക് പോലും മോക്ഷം ലഭിക്കില്ല. കൂട്ടുകാർക്കറിയാമോ വിത്ത് എങ്ങനെ നടണം, മണ്ണ് എങ്ങനെ ഒരുക്കണം, ചെടികൾക്ക് എത്ര അകലം നൽകണം, അടിവളം എങ്ങനെ, മേൽവളം എങ്ങനെ, ജലസേചനം ഏത് വിധം എങ്ങനെ, രോഗലക്ഷണം എങ്ങനെ തിരിച്ചറിയാം, രോഗത്തിന് പ്രതിവിധി എങ്ങനെ, കീടങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, കീടങ്ങൾക്ക് പ്രതിവിധി എങ്ങനെ, ജൈവ കൃഷിയോ രാസകൃഷിയോ നല്ലത്, വിളവെടുപ്പ് ഏത് സമയത്ത്. ജൈവ കീടനാശിനികൾ വേപ്പെണ്ണ എമൽഷൻ, വേപ്പിൻ കുരുസത്ത്, പുകയില കഷായം, മഞ്ഞൾ സത്ത്, പാൽക്കായ മിശ്രിതം, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, ഇഞ്ചി സത്ത്, പപ്പായ ഇല സത്ത്, ഗോമൂത്ര കാന്താരി മുളക് മിശ്രിതം, മണ്ണെണ്ണ കുഴമ്പ്. കൃഷിഭവനിലെ ജീവനക്കാർ എല്ലാ ദിവസവും കൃഷിത്തോട്ടം സന്ദർശിച്ച് ഫാം ക്ലബിലെ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുട്ടികൾ 3 ഗ്രൂപ്പായി ജലസേചനം നടത്തി. സമയാസമയങ്ങളിൽ ജീവാണുവളങ്ങളും ജൈവവളങ്ങളും പ്രയോഗിച്ചു. ഓരോ ചെടിയെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് പുഴുക്കളെയും പ്രാണികളെയും കണ്ടെത്തി കൈകൊണ്ട് തന്നെ കുട്ടികൾ പിടിച്ച് നശിപ്പിക്കുകയായിരുന്നു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തും മൈനാഗപ്പള്ളി കൃഷിഭവനും അതുപോലെ SSCB UPS സ്കൂളും സംയുക്തമായി നടത്തിയ പച്ചക്കറി തോട്ടം വളരെ വിജയകരമായി മൈനാഗപ്പള്ളി പഞ്ചായത്തിന് മാത്രമല്ല ഈ ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു പച്ചക്കറി തോട്ടം ഇവിടെ നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു. ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൈവവളവും ജൈവ കീടനാശിനിയും മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപിക, രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെയും വലിയ ഒരു പിന്തുണ ഈ പ്രവർത്തനത്തിനുണ്ടായിരുന്നു. ഇത് നമ്മൾ ശരിക്കും ശാസ്ത്രീയപരമായ ഒരു രീതിയിലാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമാണ് നമ്മളിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നല്ല വിളവാണ്. നമ്മൾ സാധാരണ രാസവളം ഇട്ടാൽ കിട്ടുന്നേക്കാളും നല്ല വിളവാണ് നമുക്ക് ഈ ജൈവവളം ഉപയോഗിച്ച് കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇവിടെ കാണുന്ന ശീതകാല പച്ചക്കറി വിളകൾ, ഉദാഹരണത്തിന് കോളിഫ്ലവർ, ക്യാബേജ്, ക്യാരറ്റ് എന്നീ പച്ചക്കറികൾ നമ്മുടെ ഈ നാട്ടിലും, നമ്മുടെ ഈ മൈനാപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലും ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്നുള്ള ഒരു ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രദർശനത്തോട്ടമായിട്ടാണ് നമ്മളിപ്പം ഇവിടെ ഈ കണ്ടുവരുന്നത്. ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, കാബേജ്, ക്യാരറ്റ് എന്നിവയുടെ വിളവ് കൂട്ടുന്നതിന് 1 കിലോ ചാണകം, 250 ഗ്രാം ശർക്കര എന്നിവ 10 ലിറ്റർ വെള്ളത്തിലും 1 കിലോ കടലപ്പിണ്ണാക്ക് 10 ലിറ്റർ വെള്ളത്തിലും കലക്കി 3 ദിവസത്തിന് ശേഷം കൂട്ടിക്കലർത്തി ചെടികളിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്തു. യഥാസമയങ്ങളിൽ സ്യൂഡോമോണാസ് എന്ന ജൈവ കുമിൾനാശിനി, സ്യൂഡോമോണാസ് പ്ലസ് എന്ന ജൈവ കീടനാശിനി, ജീവാണുവളങ്ങളായ റൈസോബിയം അസോസ്പൈറില്യം, PGPR മിശ്രിതം എന്നിവ ഉപയോഗിച്ചു. നടീലിന് ആവശ്യമായ വിത്തുകളും തൈകളും വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും സംഘടിപ്പിച്ച് നൽകി. ജലസേചനത്തിനാവശ്യമായ സൗകര്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കി. അധ്യാപകരും കുട്ടികളും പച്ചക്കറി നടീൽ ഒരു ഉത്സവമായി മാറ്റുകയായിരുന്നു. കുട്ടികളിൽ നിന്നും 35 കുട്ടികളെ തിരഞ്ഞെടുത്ത് ഒരു ഫാം ക്ലബ്ബ് രൂപീകരിച്ച് ശ്രീമതി സുധ ടീച്ചറിന് ചാർജ് കൊടുക്കുകയും ചെയ്തു. കേരളത്തിൽ എത്ര മഴക്കാലം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും അറിയാം. ഇടവപ്പാതിയുടെയും
തുലാവർഷത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാമോ? അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഒരു തുള്ളി ജലമിത് ചോരാതെ സൂക്ഷിക്കാൻ വരും ഒരു തലമുറയ്ക്ക് അമൃതേന്ദു നൽകുവാൻ. ഒരു തുള്ളി ജലമിത് ചോരാതെ സൂക്ഷിക്കാൻ വരും ഒരു തലമുറയ്ക്ക് അമൃതേന്ദു നൽകുവാൻ. ഇനി നമുക്ക് പടവലത്തിന്റെ സസ്യകുടുംബവും ശാസ്ത്രനാമവും ഇളവിളയും എല്ലാം നമുക്ക് അറിഞ്ഞാലോ. സസ്യകുടുംബം കുക്കുർബിറ്റേസിയ. ശാസ്ത്രനാമം ട്രൈക്കോസാന്തസ് കുക്കുമറീന. ഇനങ്ങൾ കൗമുദി, TFOT, ബേബി, മനുശ്രീ. നടീൽക്കാലം ജനുവരി, മാർച്ച്, ജൂൺ, ജൂലൈ. പടവലം, ചീര, വള്ളിപ്പയർ, മുളക്, വഴുതന, തക്കാളി, പാവൽ, അമരപ്പയർ, കാബേജ്, കോളിഫ്ലവർ, കാരറ്റ്, വെള്ളരി, കുമ്പളം, നെയ്ക്കുമ്പളം, വെണ്ട, കുറ്റിപ്പയർ, കുറ്റിവാളരി മുതലായവ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വിത്തുകൾ ഞങ്ങളുടെ സ്കൂളിൽ വിതരണം ചെയ്തത്. അവിടെ നിന്ന് ലഭിച്ച ഓരോ വിത്തുകളും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നട്ടു. അത് കിളിച്ചു വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ സ്കൂളിലും ഇങ്ങനെ ഒരു സംരംഭം വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിൽ പങ്കുചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനും എൻ്റെ കൂട്ടുകാരും ഈ കൃഷിയിൽ പഠനശേഷം സഹായിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ കൃഷിത്തോട്ടം കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇതിന് ഏതെങ്കിലും രോഗമുണ്ടായാൽ ഞങ്ങൾക്ക് വളരെയേറെ വിഷമം ഉണ്ടാകും. അതെല്ലാം ഞങ്ങൾ മാറ്റിയെടുക്കും. ഇതിൽ നിന്നുണ്ടായ വിളയിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ സന്തുഷ്ടരാണ്. ഒരുമിച്ചു കിളക്കിനടോ തിന്തിന്താരാ. ഒത്തുകിളക്കിനടോ തിന്തിന്താരാ. ഒരുമിച്ചു കിളക്കിനടോ തിന്തിന്താരാ. എങ്ങനെ കിളക്കണുണ്ടേ തിന്തിന്താരാ. അങ്ങനെ കിളക്കണുണ്ടേ തിന്തിന്താരാ. എങ്ങനെ കിളക്കണുണ്ടേ തിന്തിന്താരാ. അങ്ങനെ കിളക്കണുണ്ടേ തിന്തിന്താരാ. തെക്കൊള്ള കിളകിളച്ചേ തിന്തിന്താരാ. എല്ലാ ദിവസവും കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ഈ കൃഷിയിടത്തിലെ പച്ചക്കറികൾ യഥേഷ്ടം ഉപയോഗിക്കുന്നു. അധികമുള്ള പച്ചക്കറികൾ പുറമേയുള്ള ആളുകൾക്ക് വിലയ്ക്ക് നൽകുന്നു. ഏകദേശം 5 ടൺ പച്ചക്കറികൾ ഇതിനോടകം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. എടത്തട്ടുകളകളച്ചേ തിന്തിന്താരാ. വലത്തട്ടുകളകളച്ചേ തിന്തിന്താരാ. എടത്തട്ടുകളകളച്ചേ തിന്തിന്താരാ. വിളവെടുപ്പ് ഒരു ഉത്സവം തന്നെയാക്കി മാറ്റി ശ്രീ ചിത്തിര തിരുനാൾ UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കാർഷിക ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും. അവിടെ ഒരു തടമെടുത്തേ തിന്തിന്താരാ. അവിടെ ഒരു തടമെടുത്തേ തിന്തിന്താരാ. അവിടെ ഒരു തടമെടുത്തേ തിന്തിന്താരാ. നെറുകണ്ടം കിളകിളച്ചേ തിന്തിന്താരാ. കുറുകണ്ടം കിളകിളച്ചേ തിന്തിന്താരാ. നെറുകണ്ടം കിളകിളച്ചേ തിന്തിന്താരാ. കുറുകണ്ടം കിളകിളച്ചേ തിന്തിന്താരാ. ചാരത്തു നിരനിരന്നേ തിന്തിന്താരാ. തലപ്പത്തു നിരനിരന്നേ. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ ഈ സംരംഭം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പച്ചക്കറി കൃഷിയിൽ താല്പര്യം ജനിക്കാൻ പ്രേരകമാകുമെന്ന് പ്രതീക്ഷിക്കാം.
കൃഷി അറിഞ്ഞ് കൃഷി ചെയ്യാം, കരുത്തരായി മുന്നേറാം. മണ്ണെറിഞ്ഞ് വിള, വിള എറിഞ്ഞ് വളം, അതായിരിക്കണം നമ്മുടെ കൃഷിമന്ത്രം. വിത്താഴം ചെന്നാൽ പത്തായം നിറയും എന്ന പഴമൊഴിയുടെ പൊരുൾ പോലെ മണ്ണെ തൊട്ട് മനസ്സെ തൊട്ട് കൃഷിപാടത്തിൻ പൊരുളും തൊട്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഞാൻ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ചെന്നാലും എന്റെ മനസ്സിൽ ഒരു കൃഷി സ്നേഹി ഉണ്ടാകുമെന്നും അതോടൊപ്പം എന്റെ കയ്യിൽ കിട്ടുന്ന ഓരോ വിത്തിലെയും ജീവനെ കണ്ടറിഞ്ഞ് വെള്ളവും വെളിച്ചവും പരിചരണവും നൽകി ഒന്നാം തരം ചെടിയും വിളവുമാക്കുമെന്നും എന്റെ ഗുരുവര്യന്മാരെ സാക്ഷി നിർത്തി ഞാൻ ഉറക്കെ പ്രതിജ്ഞ ചെയ്യുന്നു. അന്നം ആദ്യം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഷരഹിതമായ ധാന്യോൽപാദനം കാർഷിക എഞ്ചിനീയറിംഗിലൂടെ സാധ്യം. ദക്ഷിണേന്ത്യൻ കാർഷിക മേള വെള്ളാനിക്കരയിൽ. ജൈവ പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് വിപണിയിലിറക്കി. കാർഷിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ പിൻബലത്താൽ വിഷരഹിതമായ ധാന്യോൽപാദന മുന്നേറ്റത്തിന് വൻ സാധ്യതകളാണ് ഉള്ളതെന്ന് ഗവർണർ നിഖിൽ കുമാർ അഭിപ്രായപ്പെട്ടു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഹരിത വിപ്ലവം കാർഷിക എഞ്ചിനീയറിംഗിലൂടെ എന്ന വിഷയത്തെ അധികരിച്ച് സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ technology now is available to us. There have been technological advancements in the whole world and India hasn't lagged behind. This is a matter of great pride for us. കേരളത്തിലെ പ്രത്യേക ഭൂപ്രകൃതിക്കനുസരിച്ച് ചെറുതും വലുതുമായ കാർഷിക യന്ത്രങ്ങളുടെ വ്യാപനത്തിനാണ് കാർഷിക മേഖലയിൽ മുൻഗണന നൽകേണ്ടത്. യന്ത്രങ്ങളില്ലെങ്കിൽ കൃഷിയില്ല എന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ കേരളം പിന്നോക്കം പോയതിന്റെ ഒരു പ്രധാന കാരണം കാലോചിതമായ കാർഷിക യന്ത്രവൽക്കരണം നടപ്പാക്കാത്തതാണെന്ന് തിരുവനന്തപുരത്ത് നടന്ന കാർഷിക എഞ്ചിനീയർമാരുടെ യോഗം അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകർക്ക് കൃഷിയന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കണം. ചെറിയ കൃഷിയന്ത്രങ്ങൾ വാങ്ങാൻ കർഷകർക്ക് സഹായം നൽകണം. യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് ജില്ലാടിസ്ഥാനത്തിലെങ്കിലും വർക്ക്ഷോപ്പുകൾ ഉണ്ടാകണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ദേശീയ സെമിനാറിൽ ആവശ്യത്തിന് മാത്രം വെള്ളവും വളവും നൽകി ഭൂമി മലിനപ്പെടാതെയുള്ള കൃത്യത കൃഷി പ്രോത്സാഹിപ്പിക്കുക, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മഴയുടെ ഏറ്റക്കുറച്ചിലും കാലാവസ്ഥാ വ്യതിയാനവും കൃത്യമായി ശേഖരിച്ച് കർഷകരിലെത്തിക്കുക, ചെലവ് കൂടിയ കമ്പ്യൂട്ടർ നിയന്ത്രിത ഹരിതഗൃഹങ്ങൾക്ക് പകരം ചെറിയ പോളി ഹൗസുകളും ഫെർട്ടിഗേഷൻ ഉൾപ്പെടുന്ന
ജലസേചനവും ഫോഗുകളും പ്രോത്സാഹിപ്പിക്കുക എന്നീ ആവശ്യങ്ങളടങ്ങുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു. സെമിനാറിന്റെ ഭാഗമായി കാർഷിക യന്ത്രങ്ങളുടെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ തിരുവനന്തപുരം നഗരസഭാ മേയർ അഡ്വക്കേറ്റ് ചന്ദ്രിക വിതരണം ചെയ്തു. കൃഷിവകുപ്പിന്റെ പത്തനംതിട്ട പുല്ലാട് വിത്ത് വിതരണ കേന്ദ്രത്തിൽ പ്രത്യാശ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ വിതരണത്തിന് തയ്യാറായി. കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാകും. വിളിക്കേണ്ട ഫോൺ നമ്പർ 046926611917. കാർഷിക രംഗത്തെ ആധാരമാക്കി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിച്ച ത്രിദിന ശില്പശാല അക്ഷരക്കതിര് ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ മലമ്പുഴയിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി KP മോഹനൻ അധ്യക്ഷനായിരുന്നു. ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷിക്കുക എന്ന ശീലത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് പൊതുവിൽ മലയാളി മാറിയിട്ടുണ്ട്. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ തന്നെ ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഉൽപ്പാദിപ്പിക്കാവൂ എന്നത് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. 2016 അവസാനിക്കുന്നതോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റണം എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. രചനയുടെ രസതന്ത്രം എന്ന വിഷയത്തെ വിവിധ കോണുകളിൽ നിന്ന് സമീപിക്കുന്ന പ്രഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും ശില്പശാല വേദിയായി. അച്ചടി, ശ്രവ്യ, ദൃശ്യ മാധ്യമങ്ങളിലെ കൃഷിപംക്തികൾക്കാവശ്യമായ എഴുത്തിനെ കൂടുതൽ സംവേദനക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. കർഷകർക്കും മാധ്യമപ്രവർത്തകർക്കും തമ്മിലുള്ള തുറന്ന ആശയ സംവാദത്തിന് അക്ഷരക്കതിര് അവസരമൊരുക്കി. കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ ഫലപ്രദവും കാര്യക്ഷമമാക്കേണ്ടതുണ്ട് മാധ്യമഭാഷയും രചനാ സങ്കേതങ്ങളും എന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നതായിരുന്നു FIB സംഘടിപ്പിച്ച അക്ഷരക്കതിര്. കൃഷി വിജ്ഞാനം ഗ്രാമ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ എത്രത്തോളം കഴിയും എന്നതിൻ്റെ വളരെ ഉണർന്ന് ചിന്തിക്കുന്ന ഒരു വേദി കൂടിയാണ് എല്ലാ വർഷവും കാർഷിക രംഗ ശില്പശാല. വെള്ളായണി കാർഷിക കോളേജിലെ വിൽപ്പന കേന്ദ്രത്തിൽ വിവിധതരം ഒട്ടുമാവ്, പ്ലാവ് എന്നിവയുടെയും തെങ്ങിൻ തൈകളുടെയും നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. കൂടാതെ പച്ചക്കറികളെയും മാവിനെയും കായീച്ചയിൽ നിന്നും സംരക്ഷിക്കുന്ന ഫെറമോൺ കെണികളും ലഭ്യമാണ്. ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഴക്കുലകളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ലഭ്യതയ്ക്കനുസരിച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ കൃഷി ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471238816. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ക്യാമ്പസിൽ അഗ്രി ഫിയസ്റ്റ 2014 എന്ന പേരിൽ ദക്ഷിണേന്ത്യൻ കാർഷിക മേള ഫെബ്രുവരി 28 മുതൽ മാർച്ച് 6 വരെ നടക്കും. മേളയിൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൃഷിരീതികൾ പ്രകടമാക്കുന്ന പ്രദർശന സ്റ്റാളുകൾ, വിവിധ വികസന ഏജൻസികളുടെ കാർഷിക സാങ്കേതിക വിദ്യകൾ, സെമിനാറുകൾ, കലാപരിപാടികൾ, കൗതുക പാർക്ക് തുടങ്ങിയവയും ഒരുക്കും. ജൈവരീതിയിൽ കൃഷി ചെയ്ത നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പ് വിപണിയിലിറക്കി. അന്യം നിന്നു പോകുന്ന നാടൻ പച്ചക്കറികൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് പായ്ക്ക് ചെയ്ത് വിപണനം നടത്തുന്ന പുതിയ രീതിക്കാണ് ഹോർട്ടികോർപ്പ് തുടക്കം കുറിച്ചത്. ഇതിനായി തിരുവനന്തപുരത്ത്, നെടുമങ്ങാടും വയനാട്ടിലും പ്രത്യേക കൃഷി മേഖലകൾ ഏറ്റെടുത്തു. പരമ്പരാഗത രീതിയിൽ വിഷം തളിക്കാതെ ജൈവ കീടനാശിനികൾ തളിച്ചാണ് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കുപ്പച്ചീര, വേലിച്ചീര, ചീമച്ചക്ക, ഇടിച്ചക്ക, വാളരിപ്പയർ, വാഴക്കൂമ്പ്, ചേമ്പുതാൾ, ചേനത്തണ്ട്, ലവലോലിക്ക, മുരിങ്ങയില എന്നിവ ഉൾപ്പെടുന്ന 38 ഇനം പച്ചക്കറികളുടെ നാടൻ രുചി അറിയാൻ ഇതിലൂടെ കേരളത്തിന് കഴിയും. 1/2 കിലോയുടെയും 1 കിലോയുടെയും പോളിത്തീൻ പായ്ക്കുകളിലാണ് പച്ചക്കറികൾ വിപണനത്തിന് തയ്യാറാകുന്നത്. കൂടാതെ ചക്കക്കുരുവും ചക്കച്ചുളയും തയ്യാറാക്കി നൽകാനും ഹോർട്ടികോർപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും പാചകവാതകം, ജൈവവളം, വൈദ്യുതി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ബയോഗ്യാസ് പ്ലാന്റ് റേഡ്കോ പുറത്തിറക്കി. ഗാർഹിക ഉപയോഗത്തിന് 2.5 കിലോ മുതൽ 25 കിലോ വരെ പാചകവാതകം ലഭിക്കുന്ന പ്ലാന്റ്, വലിയ പ്രവർത്തനശേഷിയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവ റേഡ്കോ നിർമ്മിച്ചു നൽകുന്നു. ഭക്ഷണാവശിഷ്ടം, കഞ്ഞിവെള്ളം, ധാന്യങ്ങൾ, മത്സ്യാവശിഷ്ടങ്ങൾ, റബ്ബർ ഷീറ്റ് നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന മലിനജലം എല്ലാ മാലിന്യങ്ങളും തുല്യ അളവിൽ ജലം ചേർത്ത് പ്ലാന്റിൽ നിക്ഷേപിക്കാം. പ്ലാന്റ് നിർമ്മാണ സഹായത്തിനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ റേഡ്കോ ആരംഭിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 9446005847.
വർക്കല ചെമ്മരുതി കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരം ഗ്രോ ബാഗ് ആവശ്യമുള്ളവർ എത്രയും വേഗം 500 രൂപ കൃഷിഭവനിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,800 രൂപ, റബ്ബർ RSS 5 14,600 രൂപ, വെളിച്ചെണ്ണ 12,100 രൂപ, കൊപ്ര 8,900 രൂപ, കുരുമുളക് 52,000 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 330 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 620 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 52,000 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 50,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി ക്വിൻ്റലിന് കോഴിക്കോട് 8,800 രൂപ, തളിപ്പറമ്പ് 8,200 രൂപ, കാസർഗോഡ് 7,800 രൂപ. വെളിച്ചെണ്ണ വിപണി ക്വിൻ്റലിന് കണ്ണൂർ 12,600 രൂപ, കോട്ടയം 12,400 രൂപ, ആലപ്പുഴ 12,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 24.9. കൊച്ചി 32, 23. ആലപ്പുഴ 31.8, 23.5. പുനലൂർ 35.2, 22.2. തിരുവനന്തപുരം 33, 23.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.